രണ്ടാളും കാര്യമായിട്ട് നല്ല ഒരുക്കത്തിലാണല്ലോ. എന്താ പരിപാടി? പുറത്ത് വണ്ടി നിൽക്കുക. പുറത്ത് ഭയങ്കര വെയിലല്ലേ, അപ്പം അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യും. സൺസ്ക്രീൻ മാത്രമല്ല, പുതിയൊരു കണ്ണാടിയും മേടിച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണ്ടേ. 150 രൂപ ഓഫറിൽ മേടിച്ചതാണ്. ഇതാകുമ്പോൾ പിന്നെ സ്റ്റൈൽ പോയില്ലേ. സ്റ്റൈലൊക്കെ, പ്രൊട്ടക്ഷൻ ഞാനൊന്ന് നോക്കട്ടെ. ഇത് നിന്റെ കണ്ണിനെ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നിങ്ങളിപ്പോൾ സൺസ്ക്രീൻ വാങ്ങിച്ചപ്പോൾ SPF ഉള്ളത് നോക്കി വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സൺഗ്ലാസ് വാങ്ങിച്ചപ്പോൾ ജസ്റ്റ് ഒരു ഓഫറും അതുപോലെ തന്നെ സ്റ്റൈലും അല്ലാതെ വേറെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഇവരെ ചെയ്തതുപോലെ നമ്മളിപ്പോൾ ഒരു സൺഗ്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഡാർക്ക് കളർ ഗ്ലാസ് മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളതാണോ? അത് നമ്മളെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുമോ? ഇല്ല. ഡാർക്ക്നെസ് ജസ്റ്റ് ഒരു ബ്രൈറ്റ്നെസ് റെഡ്യൂസ് ചെയ്യുമെന്ന് മാത്രമേ വരുന്നുള്ളൂ. അത് നമ്മുടെ കണ്ണിനെ ഹാംഫുൾ ആയിട്ടുള്ള UV റേസിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. ഹാംഫുൾ ആയിട്ടുള്ള UV റേസ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് മൂലം കണ്ണിൽ ഫോട്ടോ കെരാറ്റൈറ്റിസ് അതുപോലെ തന്നെ കാട്രാക്ട് തിമിരം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ UV റേസ് നമ്മുടെ കണ്ണിന്റെ റെറ്റിന, അതായത് കണ്ണിന്റെ ഞരമ്പുകളുള്ള ഭാഗം, അവിടെ തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഡാമേജസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള UV റേസിൽ നിന്ന് നമ്മുടെ കണ്ണിനെ രക്ഷിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ നമ്മൾ ഒരു സൺഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ UV ഫിൽറ്റർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്താണ് UV ഫിൽറ്റർ? ഹാംഫുൾ ആയിട്ടുള്ള UV റേസിനെ നമ്മുടെ കണ്ണിലേക്ക് എത്താതെ അത് നമ്മുടെ കണ്ണടയിൽ തന്നെ തടഞ്ഞു നിർത്തുക. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണടയിൽ തന്നെ UV ആഗിരണം ചെയ്യുന്ന കോട്ടിങ് ചെയ്യാം. അങ്ങനെയുള്ള സൺഗ്ലാസസ് ചോദിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും? ഇപ്പോൾ ഇതുപോലുള്ള സൺഗ്ലാസസ്, ഇതിൽ പ്രത്യേകിച്ച് മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. UV പ്രൊട്ടക്ഷൻ ഉള്ള സൺഗ്ലാസസിലാണെങ്കിൽ UV 400 അല്ലെങ്കിൽ 100% UV പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ UV ഫിൽറ്റർ എന്ന് എഴുതിയതുണ്ടായിരിക്കും. അങ്ങനെയുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കണ്ണിന്റെ കാര്യത്തിൽ വെറും സ്റ്റൈൽ മാത്രമല്ല, പ്രൊട്ടക്ഷനും കൂടെ കാര്യമാക്കുക. കണ്ണിനെ നന്നായിട്ട് കെയർ ചെയ്യുക. അതുപോലെ തന്നെ ഡാർക്കർ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ UV ഫിൽറ്റർ ഇല്ലാന്നും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് കൂടുതൽ UV റേസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും. ഈ ഡാർക്കർ ഷെയ്ഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി വികസിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കണ്ണിന്റെ ഞരമ്പിലേക്ക്, അതായത് റെറ്റിന ലെയറിലേക്ക് കുറച്ചുകൂടെ ആയിട്ട് UV റേസ് എൻ്റർ ആവും. അത് കണ്ണിനെ കൂടുതൽ ഡാമേജ് ആക്കും. കാറ്ററാക്ട് പോലുള്ള കാര്യങ്ങൾ കുറച്ച് അധികമായിട്ട് വരാനുള്ള ചാൻസസ് അപ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. ഡാർക്കർ ഷെയ്ഡ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ UV ഫിൽറ്റർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ അത് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ഷൻ അല്ല, ഡാമേജ് വരും.